വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയെ ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ട് വിചാരണ കോടതി. വർഷത്തെ വിദേശവാസത്തിന് ശേഷം മുരളീധ സ്വദേശത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എറണാകുളം ജില്ല വിട്ടു പുറത്തു പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. അവൻ ജില്ല വിട്ടിരിക്കുക. ഇപ്പം പിടിച്ചാലോ? എടാ മണ്ട, എന്തോ ജില്ല വിട്ടില്ലല്ലോ, സംസ്ഥാനമല്ലേ വിട്ടുള്ളൂ. നമുക്ക് അവരെ സ്വാധീനിക്കാം. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ പക്ഷേ. സാക്ഷികളെ സ്വാധീനിക്കുന്നതും അനുമതിയില്ലാതെ വിചാരണ കോടതിയുടെ പരിധി വിട്ടു പോകരുത് എന്നതടക്കം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൽക്കാലം ഈ മുറിയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ദാ ആ വാതിൽ വിട്ട് അകത്തോട്ട് ഒരു ചുവട് വെച്ചു പോരുത്. ചെക്കങ്കാര് തടി വെച്ചത് കണ്ടില്ലേ? 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. വെട്ടാനും കുത്താനും ഒന്നും അല്ല ഞാൻ ജയിലിൽ നിന്ന് വന്നത്. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഓർത്ത് തന്നെയാ വന്നത്. 6 മാസം ഞാൻ അകത്ത് കിടന്നത്, എന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പോലും നീ വന്നില്ല. നിന്റെ കിടപ്പ് കണ്ടു നിൽക്കാനുള്ള കെൽപ്പ് എനിക്കുണ്ടോടാ? അത്രയ്ക്ക് ക്രൂരനാണോ ഞാൻ? ഈ രാജ്യവിരുദ്ധ കേസുകളിലൊക്കെ പ്രതികൾക്ക് ജാമ്യം നൽകി വിടുമ്പോൾ അവരുടെ സിമ്മിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ നൽകാൻ ആവശ്യപ്പെടാറുണ്ട്. അത്തരമൊരു വ്യവസ്ഥ ഈ കേസിൽ പൾസർ സുനിക്കും വെച്ചിട്ടുണ്ട്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ.